കടക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജിക്ക് എന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ്. ഹൈക്കോടതി രജിസ്ട്രാറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദാംശങ്ങളുമായി ശ്രീലക്ഷ്മി ചിറമൽ ചേരുന്നു. ശ്രീലക്ഷ്മി, ഇത്തരത്തിലൊരു നടപടി, അതായത് ഹൈക്കോടതി അഭിഭാഷകനെതിരെ ഇത്തരത്തിലൊരു കേസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു അഭിഭാഷകനെതിരെ പോലീസ് അന്വേഷണം നടത്തുന്നത്. ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായ ഒരു സിനിമാ നിർമ്മാതാവിൽ നിന്നും അഭിഭാഷകൻ ഹൈക്കോടതി ജഡ്ജിക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ ലക്ഷക്കണക്കിന് പണം വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. 1.5 വർഷം മുമ്പാണ് ഇത്തരം ഒരു ആരോപണം ഉണ്ടായിരുന്നത്. കൊച്ചിയിലെ ഒരു സിനിമാ നിർമ്മാതാവിൽ നിന്നും അഭിഭാഷക അസോസിയേഷനിലെ ഈ അടുത്തിടെ ഭാരവാഹിയായ ഒരു അഭിഭാഷകൻ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണമുള്ളത്. ഈ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജഡ്ജി ഹൈക്കോടതി വിജിലൻസിൽ അന്വേഷണം നടത്താൻ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും വിജിലൻസ് രജിസ്ട്രാർ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുകയും ഇത് ജഡ്ജിക്ക് നൽകാനാണെന്ന പേരിൽ വാങ്ങി എന്നൊരാരോപണമാണ് വരുന്നത്. ഈ സംഭവത്തിൽ DGP ആണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോട് അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ വിവരങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കണമെന്നൊരു നിർദ്ദേശം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണത്തിന് ആരംഭം കുറിക്കുകയാണ്. ഭദ്ര, ഹൈക്കോടതി ജഡ്ജിക്ക് എന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഹൈക്കോടതി രജിസ്ട്രാറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് കേസ് അന്വേഷിക്കുക. ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം ഒരു അഭിഭാഷകനെതിരെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ഇതാദ്യമാണ്. വിശദാംശങ്ങൾ നൽകിയത് ശ്രീലക്ഷ്മിയാണ്.